സോഫിയ ഖുറേഷി, വിക്രം മിശ്രി, വേടൻ, മോഹൻലാൽ എന്നിങ്ങനെയുള്ളവരെയൊക്കെ തെറി വിളിച്ച് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് നമ്മളെ മിത്രങ്ങൾ. ഇനിയിപ്പൊ ആരെ വിളിക്കുമെന്നറിയാതെ മൊത്തത്തിൽ ബോറടിച്ചിരിക്കുന്ന ഒരു സമയം. അപ്പോഴാണ് കഷ്ടകാലത്തിന് നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് മാതൃഭൂമി ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാൻ തോന്നിയത്. വാത്സല്യം സിനിമയിലെ അലയും കാറ്റിൻ ഹൃദയം എന്ന തന്റെ ഹിറ്റ് ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടെ ആ പാട്ടിന്റെ പിറയുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു. വേറൊന്നുമല്ല, ആ പാട്ടില് രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്നൊരു വരിയുണ്ട്. അങ്ങനെ എഴുതാൻ കാരണം ആ ദിവസമാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. പള്ളി തകർക്കപ്പെട്ടത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ആ വേദനയിൽ നിന്നാണ് തന്റെ മനസ്സിൽ ഈ വരികൾ ഉയർക്കൊണ്ടതെന്നുമായിരുന്നു കൈതപ്രം പറഞ്ഞത്. ബാബറി മസ്ജിദിന്റെ തകർച്ച രാമന് പോലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും അതിനാലാണ് തന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു വരി പിറവിയെടുത്തതെന്ന് കൈതപ്രം വിശദീകരിച്ചു. പോരേ പൂരം, രാമായണം, പള്ളി, ബാബരി മസ്ജിദ് എന്നൊക്കെ കേട്ടതോടെ ഉറങ്ങിക്കിടന്ന മിത്രങ്ങളെല്ലാം ചാടി എണീറ്റ് കർമ്മനിരതരെ. ആറാ നീ, ഏതാ നീ, നിന്റെ മറ്റ എന്നൊക്കെ പറഞ്ഞുള്ള ആക്രോശങ്ങളുമായിട്ട് മിത്രങ്ങൾ തങ്ങളുടെ തറവാടിത്തം പുറത്തെടുത്തു. കൈതപ്രത്തെ എത്രയും കാലം തിരുമേനി എന്ന് മാത്രം വിളിച്ചിരുന്ന മിത്രങ്ങൾ അക്ഷരമൊക്കെ മാറ്റി വിളിക്കാൻ തുടങ്ങി. തെറിയെന്ന് വെച്ചാൽ പൂരത്തെറി. അമ്പലം പൊളിച്ച് പള്ളി വെച്ചപ്പോ താൻ വല്ലതും മിണ്ടിയോടാ എന്നാണ് ആദ്യത്തെ മിത്രങ്ങളുടെ ചോദ്യം. അതായത് 15-ാം നൂറ്റാണ്ടിലെ മുഗൾ ഭരണകാലത്ത് നടന്നതായി പറയുന്ന സംഭവം ഉണ്ടായപ്പം അന്ന് കൈതപ്രം മിണ്ടിയോന്ന്. അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് പറഞ്ഞ പോലെ അല്പമെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരെ അരണയെന്നെങ്കിലും വിളിക്കായിരുന്നു. മാതൃഭൂമി ഈ വാർത്ത കൊടുത്തതോടെ മാധ്യമങ്ങളായ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത കൊടുത്തു. സ്വാഭാവികം, ഒന്നും പറയണ്ട. പിന്നെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സംഘികളുടെ പൂണ്ട് വിളയാട്ടമായിരുന്നു. ഒരു 100 ജന്മം കൊണ്ട് ഒരു മനുഷ്യൻ കേൾക്കേണ്ട തെറി മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കൈതപ്രം കേട്ടു. ഇനി പാവം തിരുമേനിയുടെ വീട്ടിൽ